സോ നമ്മളിപ്പം ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതിലൊന്നാമത്തെ റേഞ്ച്, അതിൻ്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി സെക്കൻഡ് വണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ലെങ്കിൽ സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലിസൺ. Quartile deviation is defined as half the distance between the third and the first quartile. So quartiles എന്താണെന്നുള്ള ക്ലാസ്സൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്താണെന്ന് അറിഞ്ഞിരുന്നാലേ ഈ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ദ ഫസ്റ്റ് ക്വാർട്ടൈൽ. അതായത് തേർഡ് ക്വാർട്ടൈലിൻ്റെയും ഫസ്റ്റ് ക്വാർട്ടൈലിൻ്റെയും ഡിഫറൻസിൻ്റെ ഡിഫറൻസിൻ്റെ പകുതി, അതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? Q3 ഇതെന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു അബ്സല്യൂട്ട് മെഷറാണ്. ആൻഡ് ദ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പെർഷൻ, ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പെർഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പെർഷൻ കിട്ടും. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിൻ്റെ Q1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അത് നേരത്തെ നമ്മൾ ക്വാർട്ടൈൽസിനകത്ത് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ക്വാർട്ടൈൽസിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു. ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ ഈ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ Q1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സൈസ് ഓഫ് n+1/4 ഐറ്റം. എപ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞിട്ട് വേണം ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ എഴുതാൻ. ഇനി Q3 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈസ് ഓഫ് n+1/4 ഇൻറ്റു 3 8. സോ QD എന്ന് പറയുന്നത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ സീരീസിനെ എങ്ങനെ എഴുതുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നമ്മൾ Q1ഉം Q3യും കണ്ടുപിടിക്കുക. Q1ഉം Q3യും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സോ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ഐറ്റംസ്. എത്ര ഐറ്റംസ് തന്നിട്ടുണ്ട്? n എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 11 ഉണ്ട്. അപ്പോൾ n 11 ആണെന്നറിയാം. സോ സൈസ് ഓഫ് n+1/4 ഐറ്റം എന്ന് പറയുന്നത് എന്താ? സൈസ് ഓഫ് തേർഡ് ഐറ്റം. തേർഡ് ഐറ്റം ഇവിടെ എത്രയാണ്? 25. ആൻഡ് Q3 എന്ന് പറയുന്നത് എന്താ? സൈസ് ഓഫ് 9th ഐറ്റം എന്ന് കിട്ടും. 9th ഐറ്റം ഇവിടെ 42. ഓക്കെ, സോ ക്വാർട്ടൈൽ ഡിവിഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. Q3 അറിയാം, Q1 അറിയാം. സോ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡിവിഷൻ കിട്ടും. ഇനി ഇതിനകത്ത് Q3 മൈനസ് Q1 എന്ന് പറയുന്നതാണ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. സോ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? Q3 മൈനസ് Q1 മാത്രം കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Compute quartile measure of dispersion, interquartile range and coefficient of quartile deviation for the following values. വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വാർട്ടൈൽ മെഷർ ഓഫ് ഡിസ്പെർഷനും ഇൻ്റർക്വാർട്ടൈൽ റേഞ്ചും കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡിവിയേഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റത്തിന് നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് n എത്രയാണ്? നമുക്ക് 10 ഐറ്റംസ് തന്നിട്ടുണ്ട്. സോ n is equal to 10 ആൻഡ് Q1ഉം Q3യും ഫോർമുലയിലിട്ട് കണ്ടുപിടിക്കാം. Q1 എന്ന് പറയുന്നത് എന്താ? സൈസ് ഓഫ് n വരും 10 10 + 1 11/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.75 ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2.75 എന്ന് പറഞ്ഞാൽ ഈ സീരീസിനകത്ത് ഈ സീരീസിന് 2.75 ഐറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ഐറ്റം, അതായത് ഈ സൈസ് ഓഫ് 2 സെക്കൻഡ് ഐറ്റം പ്ലസ് 0.5 ഇൻറ്റു തേർഡ് മൈനസ് സെക്കൻഡ് ഐറ്റം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q1 കിട്ടും. അതായത് സെക്കൻഡ് ഐറ്റം ഇവിടെ എത്രയാണ്? 9. സോ 9 പ്ലസ് 0.5 ഇൻറ്റു ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതായത് സെക്കൻഡ് ഐറ്റം പ്ലസ് 0.5 ഇൻറ്റു തേർഡ് ഐറ്റം എത്രയാണ്? 10 മൈനസ് സെക്കൻഡ് ഐറ്റം 9. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് Q1 കിട്ടിയത്. Q3യും നമുക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 8.25 ഐറ്റം എന്ന് പറയുമ്പം 8th ഐറ്റം പ്ലസ് 2.5 ഇൻറ്റു 9th മൈനസ് 8th ഐറ്റം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8.25 ഐറ്റം കിട്ടും. സോ ഇവിടെ Q3 എന്ന് പറയുന്നത് എത്ര കിട്ടി? 33 എന്ന് കിട്ടി. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Q3 മൈനസ് Q1/2 ചെയ്യുമ്പോൾ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടും. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? Q3 മൈനസ് Q1 എന്ന് പറയുന്നതാണ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. അതെന്ന് പറയുന്നത് 23.25. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 മൈനസ് Q1/Q3 പ്ലസ് Q1 ചെയ്യുമ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടും. ഓക്കെ, ഇനി ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പയറിങ് വേരിയബിലിറ്റി ഇൻ 2 സീരീസ്. 2 സീരീസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മുടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും.
യൂസിങ് ക്വാർട്ടൈൽ കമ്പയർ ദ ഫോളോയിങ് ടു സീരീസ് ആൻഡ് സ്റ്റേറ്റ് വിച്ച് ഇസ് മോർ വേരിയബിൾ. സോ ഈ കേസിലാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. രണ്ട് സീരീസ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സീരീസിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുക, അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട്, അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ അതിനാക്കേണ്ട കാര്യമില്ല. സോ ഇവിടെ അസെൻഡിങ് ഓർഡറിലാണ് തന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അസെൻഡിങ് ഓർഡറിലല്ല, ഇപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതി സീരീസിനെ, എന്നിട്ട് Q1ഉം Q3യും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിച്ചു ഫസ്റ്റ് സീരീസിൽ. ഇനി സെക്കൻഡ് സീരീസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് എന്ത് ചെയ്തു, Q1ഉം Q3യും കണ്ടുപിടിച്ചിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ രണ്ട് വാല്യൂസും നമുക്ക് കിട്ടിയ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ രണ്ട് സീരീസിൻ്റെ രണ്ട് വാല്യൂസും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് സീരീസിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണല്ലോ ഗ്രേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത്. സോ സീരീസ് 1 ഈസ് മോർ വേരിയബിൾ എന്ന് നമുക്ക് പറയാം. ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വന്നത് സെക്കൻഡ് സീരീസിൻ്റെ കേസിലാണ്. സോ നമുക്ക് എന്ത് പറയാം, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഗ്രേറ്റർ ഇൻ ദ കേസ് ഓഫ് സീരീസ് 1. therefore സീരീസ് 1 ഈസ് മോർ എന്താ സീരീസ് 1 ഈസ് മോർ വേരിയബിൾ എന്ന് പറയാം. ഐ മീൻ ഇവിടെ ഇതിൽ രണ്ടിലും ഗ്രേറ്റർ ഇതാണ്, ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. സോ ഗ്രേറ്റർ എന്ന് പറയുന്നത് ഇതിനകത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് രണ്ട് സീരീസിൽ ഏറ്റവും കൂടുതൽ സീരീസ് 1-നാണ്. സോ നമുക്ക് എന്ത് പറയാം, സീരീസ് 1 ഈസ് മോർ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതായത് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ഡിസ്ക്രീറ്റ് സീരീസ് തന്നിട്ടുണ്ട്, സൈസും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ കേസിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇനി സാധാരണ പോലെ തന്നെ നമുക്ക് Q1ഉം Q3യും കണ്ടുപിടിക്കുക. ഇവിടെ Q1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ N+1/4 ആയിട്ട്, ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ഫ്രീക്വൻസികളുടെ എല്ലാം സമ്മാണ്. സോ ക്യാപിറ്റൽ N+1/4 ഐറ്റം വിച്ച് ഈസ് ഈക്വൽ ടു N എത്രയാണ്, ഇവിടെ 69 + 1/4 എന്ന് പറയുന്നത് 70. സോ സൈസ് ഓഫ് 70/4 ഐറ്റം എന്ന് പറയുന്നത് എത്രയാണ്, 17.5 ഐറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ 17.5 എന്ന് പറയുന്നത് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, 28. ഇതിനകത്താണല്ലോ നമ്മുടെ 17.5 ഐറ്റം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് റെഫേഴ്സ് ടു ദ, എന്നിട്ട് ഇതിന് നേരെയുള്ള സൈസ് എത്രയാണെന്ന് നമ്മൾ നോക്കുക, 10 അല്ലേ. സോ നമ്മുടെ Q1ൻ്റെ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് സൈസ് 10 ആണ്. സോ ദിസ് റെഫേഴ്സ് ടു ദ സൈസ് 10. therefore Q1 എന്ന് പറയുന്നത് എന്താ, 10. ഇനി അടുത്തത് Q3 അതുപോലെ തന്നെ കണ്ടുപിടിക്കുക. സൈസ് ഓഫ് 52.5 ഐറ്റം എന്ന് കിട്ടും. അത് ഇവിടെ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണല്ലോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് സൈസ് എത്രയാണ്, 19. സോ നമ്മുടെ Q3 എന്ന് പറയുന്നത് എത്രയാണ്, 19. ഇനി നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാമല്ലോ. Q3 - Q1/2 ഇസ് ഈക്വൽ ടു 19 - 10/2 വിച്ച് ഇസ് ഈക്വൽ ടു 4.5 എന്ന് കിട്ടും. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, അതായത് നമ്മൾ ക്വാർട്ടൈൽസ് പഠിച്ചു. കണ്ടിന്യൂസ് സീരീസിൻ്റെ കേസിൽ ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലിൻ്റെ ഇക്വേഷൻ n/4 ഐറ്റം ആണ്, സൈസ് ഓഫ് n/4 ഐറ്റം. ദീസ് ടു ഫോർമുല ഗീവ് ദ ക്ലാസസ് ഇൻ വിച്ച് ദ ക്വാർട്ടൈൽ ലൈസ്. അപ്പം നമുക്ക് ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം, നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൽ ഏത് ക്ലാസ് ഇൻ്റർവെല്ലിലാണ് ക്വാർട്ടൈൽസ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ദ സ്പെസിഫൈഡ് വാല്യൂസ് ഓഫ് ദ ക്വാർട്ടൈൽസ് ആർ ഒബ്റ്റൈൻഡ് ബൈ ദ ഇൻ്റർപോളേഷൻ ഫോർമുല. ഇനി Q1ൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്, നമുക്ക് ഈ ഇൻ്റർപോളേഷൻ ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് Q1ൻ്റെയും Q3യുടെയും വാല്യൂ കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് Q1 എന്ന് പറയുന്നത് L1 + n/4 - CF/F × C ആൻഡ് Q3 എന്ന് പറയുന്നത് എത്ര, L1 + 3n/4 - CF/F × C. സോ ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ Q1ഉം Q3യും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. So obtain the quartile measure of dispersion and its coefficient for the data given below. നമുക്ക് തന്നിട്ടുണ്ട്, ഏജ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേഴ്സൺസ് അതായത് ക്ലാസ് ഇൻ്റർവെല്ലും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. നമ്മളത് ടേബിളിൽ എഴുതുക. സൈസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 0 to 10, 10 to 20, അങ്ങനെ 70 to 80 വരെ സൈസ് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ Q1 എന്ന് പറയുന്നത് എന്താണ്, സൈസ് ഓഫ് n/4 ഐറ്റം വിച്ച് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n എത്രയാണ്, 623/4 ഐറ്റം, അതായത് സൈസ് ഓഫ് 155.75 ഐറ്റം. സോ ഈ സൈസ് അത് ഏത് ക്വാർട്ടൈൽ ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നോക്കിയാൽ നമുക്ക് എന്താ കിട്ടിയ, സൈസ് ഓഫ് 155.75 ഐറ്റം ആണ് കിട്ടിയത്. സോ ഈ ഒരു ടേം നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു റേഞ്ച്, ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണല്ലോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൈസ് എത്രയാണ്, ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്,
30 to 40. സോ നമ്മുടെ ലോവർ ക്വാർട്ടൈൽ ക്ലാസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 to 40. ഇനി നമ്മൾ ഈ ഫോമുലയിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പോകണം. എന്താണ് നമ്മുടെ ഫോമുല? Q1 എന്ന് പറയുന്നത് L1 പ്ലസ് N/4 മൈനസ് CF/F ഇൻറ്റു C. സോ L1 എന്താണ്? നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ, അതായത് നമ്മൾ ലോവർ ക്വാർട്ടൈൽ ക്ലാസ് കണ്ടുപിടിച്ചല്ലോ, ആ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ലോവർ ലിമിറ്റാണ്, അതായത് 30. ഇവിടെ 30 ആണ് L1 എന്ന് പറയുന്നത്. പ്ലസ് N/4 എത്ര നമുക്ക് കിട്ടിയത്? 155.75 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈസ് ഇൻക്ലൂഡ് ചെയ്തത് ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്? 173-ലാണല്ലോ ഇൻക്ലൂഡ് ചെയ്തത്. അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ എഴുതുന്നത്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് -98 എന്ന്. ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ എത്ര? ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 10 to 20, 20 to 30 അല്ല. സോ അതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10. അതാണ് ഈ 10 എന്ന് എഴുതിയിരിക്കുന്നത്. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് Q1 കിട്ടും. ഇനി Q3 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Q3 കണ്ടുപിടിക്കുന്നത് സൈസ് ഓഫ് N/4 ഇൻറ്റു 3 ഐറ്റം, സൈസ് ഓഫ് 467.5 ഐറ്റം. അത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? 498-നകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ അപ്പർ ക്വാർട്ടൈൽ ക്ലാസ് എന്ന് പറയുന്നത് എത്രയാണ്? 60 to 70 എന്ന് പറയുന്നതാണ് അപ്പർ ക്വാർട്ടൈൽ ക്ലാസ്. സോ നമ്മൾ Q3യിലേക്ക് അതിൻ്റെ ഫോമുലയിലേക്ക് നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് L1 എന്താണ്? 60 പ്ലസ് 3N/4 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 467.25 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണ്? 383 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എഫ്. എഫ് എത്രയാണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് 498-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് 115. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 115. ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ 173 അല്ലേ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി 75. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് Q3 കിട്ടും. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വാർട്ടൈൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ്, അതായത് QD ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഫോമുല Q3 മൈനസ് Q1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വ്യത്യാസമുണ്ട്, നമുക്കിവിടെ ക്ലാസ് ഇൻ്റർവെൽ ഫോമിലല്ല തന്നിരിക്കുന്നത്. സോ അതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ക്ലാസ് ഇൻ്റർവെൽ ഫോമിലാക്കി എഴുതുക. സോ 10 to 90 വരെയാണല്ലോ. സോ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 10 to 20 എക്സ്ക്ലൂസീവ് ഫോമിലാക്കിയാണ് നമ്മളിതിനെ എഴുതുന്നത്. ഓക്കെ. സോ എക്സ്ക്ലൂസീവ് ഫോമിലാക്കി എഴുതുമ്പോൾ നമുക്ക് എന്താ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യും. ഫ്രീക്വൻസി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. നോക്കിയേ, നമ്മളിതിനെ എങ്ങനെ എഴുതി? 10 to 20, 20 to 30, അങ്ങനെ 90 to 100 വരെ എഴുതി. ഇനി കറസ്പോണ്ടിങ് വർക്കേഴ്സ് ചേഞ്ച് ചെയ്യും. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ, അതായത് 600 മൈനസ് 580 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 20 കിട്ടും. നെക്സ്റ്റ് 580 മൈനസ് 490 ചെയ്യുമ്പോൾ 90 കിട്ടും. അടുത്തത് 490 മൈനസ് 340 ചെയ്യുമ്പോൾ 150 കിട്ടും. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ Q1ഉം Q3യും കണ്ടുപിടിച്ച് ഫോമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അത്രേ ഉള്ളൂ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം, മെറിറ്റ്സ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു കാൽക്കുലേറ്റ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഒരുപാട് വലിയ വാല്യൂസ് ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഡീമെറിറ്റ് എന്താണ്? ഇറ്റ് ഇഗ്നോർസ് എക്സ്ട്രീം ഐറ്റംസ്. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഐറ്റംസിനെയൊക്കെ അത് ഇഗ്നോർ ചെയ്യും, അവഗണിക്കും. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് മോർ ഓൾജിബ്രാക് ട്രീറ്റ്മെൻറ്റ്സ്. കൂടുതൽ ഓൾജിബ്രാക് ട്രീറ്റ്മെൻറ്റ്സിന് അത് കേപ്പബിൾ അല്ല. ഓക്കെ. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അത് അത്ര വലിയ സംഭവമൊന്നുമല്ല, വളരെ ചെറിയ, നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു മെത്തേഡൊക്കെ തന്നെയാണ് ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ കേസിലും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. സോ അതും ഇതും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. എല്ലാം മനസ്സിലാക്കി ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഏതാണെന്ന് നോക്കാം.